കേരളീയ സമൂഹത്തിൽ പുരുഷന്മാർ സ്ത്രീകളോട് കാണിക്കുന്ന പല വിധത്തിലുള്ള അന്യായങ്ങൾക്കും അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് എഴുന്നേറ്റ് നിന്ന ഒരാളാണ്. ഇവിടുത്തെ പല ബലാത്സംഗ കേസുകളിലും സ്ത്രീ പീഡന കേസുകളിലുമൊക്കെ VS അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ, അല്ലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതൊക്കെ ചിലത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു കാലത്തേക്ക് സംവരണം ചെയ്യാം. അതിൽ തന്നെ ദളിത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യാം. അത് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തെ ഏറ്റവും അധികം പിന്തുണച്ച സർക്കാർ നടപടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് VSന്റെ കാലത്ത് വന്ന ഈ നിയമമാണ് എന്ന്. VSന് ഒരുപാട് വിഷൻസ് ഉണ്ടായിരുന്നു. VS യഥാർത്ഥത്തിൽ പാർട്ടി നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പാർട്ടിക്കൊരു പരിസ്ഥിതി വിഷയത്തിൽ പാർട്ടിക്ക് നിലപാടുണ്ട്, വ്യാവസായിക വിഷയത്തിൽ പാർട്ടിക്ക് നിലപാടുണ്ട്, കാർഷിക വിഷയത്തിൽ പാർട്ടിക്ക് നിലപാടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും പാർട്ടിക്ക് നിലപാടുണ്ട്. ആ നിലപാടിനൊപ്പമാണ് VS അന്നും ഇന്നും എപ്പോഴും. എനിക്ക് അപ്രാപ്യമാണെന്ന് കണ്ട് ഒന്നിൽ നിന്നും അദ്ദേഹം മാറിയൊന്നില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന തലത്തിൽ മനസ്സിലാക്കുകയും അതിലിടപെടുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഇടപെടാൻ സഹായിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ ക്രോഡീകരിച്ച് നൽകുന്നതിന് ഒരു ടീം വേണം എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയതാണ്, അദ്ദേഹം തന്നെ ഹാൻഡ് പിക്ക് ചെയ്തതാണ്. അതിൽ പെടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്ന് മാത്രമേ ഞാൻ എൻ്റെ റോളിനെ കാണുന്നുള്ളൂ. അതായത് ഈ ബോർഡർ ലൈൻ വരെ ഉള്ളൂ VSൻ്റെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് VSൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ വലതോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ ഇടത്തെ അറ്റത്തെ ബോർഡറിൽ നിൽക്കുക എന്നുള്ളതാണ് VS ചെയ്തത്. ചിലപ്പോൾ സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ പോക്കിനെ സ്ലോ ഡൗൺ ചെയ്യാൻ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണെന്നാണ് അദ്ദേഹം കണ്ടിരുന്നത്. എന്നെ സ്ട്രൈക്ക് ചെയ്ത VSൻ്റെ വേറൊരു മുഖം എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റൂഡിയസ് ആണ്. ഏതൊരു സാധനവും ആഴത്തിൽ പഠിക്കണം. ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിദഗ്ധരെ വിളിച്ചു വരുത്തി മണിക്കൂറുകളെടുത്താലും ഒരു കാര്യം ഡെപ്തിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലെ ആ കുഞ്ഞുഷം മാഷ് അങ്ങനെയുള്ള കുറേ ആൾക്കാരെ വിളിച്ചിരുത്തി, അതാണ് അപ്പം മതി കെട്ടാൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഒരു ടെസ്റ്റാണ് ഉള്ളത്. That VS's entire body of work has been dedicated very much through his own experience also in Kerala of the fight against exploitation for the poor people of Kerala. Wherever there's a fight between the poor and the rich, VS has always been on the side of the poor from the days of Punapravala. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കലും അതിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോയിട്ടുള്ള നേതാവാണ് ശ്രീ അച്യുതാനന്ദൻ. ആ മതികെട്ടാൻ കയ്യേറ്റമെല്ലാം ഒഴിപ്പിച്ചത് VSൻ്റെ ഒറ്റ നീക്കമല്ലേ. പ്രതിപക്ഷമായിരുന്നാലും VS സ്ട്രോങ് സ്റ്റാൻഡ് ചോദിച്ചു, ഞാനാണ് അതുകൊണ്ട് കൊടുത്തത് അദ്ദേഹത്തിന്. അങ്ങനെ കേരളത്തിന് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം ആരെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ്.